ഈ കഴിഞ്ഞ ദിവസം എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ സാധാരണയായി കാണാറില്ല, പക്ഷേ ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രോഗ്രാം കണ്ട് ആ പ്രോഗ്രാമിനെ കുറിച്ച് ചെറിയൊരു കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. അത് കോമഡി കുക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ആ കോമഡി കുക്കിൽ ഒരു ഷെഫായിട്ട് നളൻ വരുന്നു, പിന്നെ നിരവധി ആളുകൾ, ഭാവനയുണ്ട്, അതുപോലെ തന്നെ സുചിത്രയുണ്ട്, പിന്നെ നിരവധി ആളുകൾ എന്നാണ്, കടൽ മച്ചാൻ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ അമ്മയുണ്ട് അതിനകത്ത്, പിന്നെ നടൻ ശബരീഷുണ്ട്, പിന്നെ നിരവധി ആളുകൾ, അനുമോളോ അതുപോലെയുള്ള നിരവധി ആളുകൾ ആരൊക്കെയോ അതിനകത്ത് കണ്ട്. എന്താണ് ആ പരിപാടി എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ അതിൻ്റെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ തലയിൽ കൈവച്ചു പോയി. കാരണം ഇതിനേക്കാൾ വൃത്തികെട്ടൊരു പരിപാടി ഞാൻ കണ്ടത്, അതിൽ കോമ്പറ്റീഷനിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ബിഗ് ബോസ് ആണ്. ആ ബിഗ് ബോസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ ബിഗ് ബോസിൻ്റെ ദുരന്തങ്ങൾ നമ്മളിപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിപ്പോൾ ഷിയാസ് കരീമിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും സജ്ജനയുടെ നേതൃത്വത്തിലാണെങ്കിലും ഇവൻ അഖിൽ മാരാരെ കുറിച്ചിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും ഒക്കെ തന്നെ അത്തരത്തിൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏഷ്യാനെറ്റിൻ്റെ ഇത്തരത്തിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് വരുന്നത്. അവരുടെ ഏറ്റവും വലിയ പ്രൈം ഷോ ആണെന്നാണ് വിചാരിക്കണം. അവർ വലിയ ഹോർഡിങ്ങുകളൊക്കെ വെച്ചേക്കണോണ്ടാണ് ഞാനതെടുത്ത് ബുദ്ധിമുട്ടി കണ്ടത്. കുറേ ആളുകൾ ഇരുന്ന് കുക്ക് ചെയ്യുന്നു. ആ കുക്ക് ചെയ്യുന്നതിനിടക്കൂടി എന്ത് ചെയ്യുന്നു, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, കൈ കഴുകാതെ എന്ത് ചെയ്യുന്നു, എന്തൊക്കെയോ എടുത്ത് അതിനകത്തേക്ക് ഇടുന്നു, കുക്ക് ചെയ്യുന്നു. ആ കുക്ക് ചെയ്യുന്നത് തന്നെ കൃത്യമായിട്ടല്ല കുക്ക് ചെയ്യുന്നത്. അതിനിടക്ക് ഷെഫായിട്ടുള്ള നളൻ എന്ന് പറയുന്ന ഒരാൾ വന്ന് എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ കോമഡികൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നു. ഭാവന അതിനിടക്ക് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നു. ഒരാൾക്ക് കൈ എന്താണ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മുട്ടുകൈ വരെയുള്ള ഈ പറയുന്ന പോലെ ബേസ്ബോളോ എന്തോ തെർമോക്കോളോ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം കയ്യിലാൻ വേണ്ടി കൊടുക്കുന്നു. അപ്പോൾ അവർ മറ്റവരുടെ അടുത്ത് കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു പരിപാടി മലയാളികൾ കാണുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടവും തോന്നാറുണ്ട്. ഇപ്പോൾ സ്റ്റാർ സിംഗർ പോലെയുള്ള ഒരു പരിപാടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോലെയുള്ള ഒരു പരിപാടി ഹിറ്റാകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നം തോന്നില്ല. ബിഗ് ബോസ് ഹിറ്റാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ദൗർബല്യം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇത് മലയാളിയുടെ ഒരു ആസ്വാദന നിലവാരം അനുദിനം അടിക്കടി താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഏഷ്യാനെറ്റ് ഇതുപോലെ കേരളം എന്ത് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ഗായത്രി അരുൺ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനെ അവതരകാരികയാക്കി ഒരു പരിപാടി കൊണ്ടുവന്നിരുന്നു. ലാസ്റ്റ് കേരളം ഒരു തേങ്ങയും ചിന്തിക്കുന്നില്ല, നിങ്ങൾ ഈ പരിപാടി നിർത്തി വീട്ടിൽപ്പോയിക്കോളാം പറഞ്ഞു. അതുകൊണ്ട് റേറ്റിംഗ് ഒക്കെ പോയതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് പരിപാടി നിർത്തി വീട്ടിൽ പോയി. ഈ പരിപാടി അങ്ങനെ പോയില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതേ കേരളത്തിൻ്റെ ഒരു നിലവാരം കുറച്ച് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ പക്ഷേ പോലെ, അമരം പോലെ ഉള്ള ഒരു സിനിമ ഇനി കേരളത്തിൽ എടുത്ത് പെട്ടെന്ന് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റില്ല. പകരം നമ്മൾ കുറച്ചുകൂടി, ഇപ്പോൾ മോശം സിനിമകളാണെന്ന് ഞാൻ പറഞ്ഞില്ല, മഹേഷ പ്രതികാരം പോലെയുള്ള സിനിമകളൊക്കെ തന്നെ വിജയിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ ഇപ്പോൾ പക്ഷേ പോലെ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന അമരം പോലെയുള്ള സിനിമകൾ ഇപ്പോൾ എടുത്ത് വിജയിക്കുക ഇല്ല എന്നുള്ളതും, പലപ്പോഴും കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അമ്മാവനും അതുപോലെ തന്നെ അമ്മയും ഇത്തരത്തിലുള്ള ആളുകളുമൊക്കെ ഇല്ലാതായി എന്നുള്ളതൊക്കെ നമുക്കറിയാം. പലപ്പോഴും ഇപ്പോൾ പ്രകമ്പനം പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള കുറേ സിനിമകൾ, രോമാഞ്ചം പോലെയുള്ള സിനിമകളൊക്കെ വിജയിക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അത്തരത്തിൽ പലപ്പോഴും നമ്മുടെ ഒരു ആസ്വാദന നിലവാരം താഴേക്ക് പോകുന്നുണ്ട്. ആ താഴേക്ക് വലിച്ചു താഴ്ത്തുന്നതിൽ പ്രമുഖമായ പങ്ക് വഹിക്കുന്ന മറ്റൊരു പരിപാടി കൂടി ഏഷ്യാനെറ്റ് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കേട്ടിട്ട് എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തത്. വലിയ റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് അല്ലെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സാംസ്കാരികമായ നിലവാരം കുറഞ്ഞ പരിപാടികൾ കാണുന്നതിലൂടെയാണ് പലപ്പോഴും നമ്മുടെ ഈ പറയുന്ന പോലെ മൈൻഡ് സെറ്റുകളിൽ അലസതയും ഈ പറയുന്ന പോലെ പലപ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനുള്ള ശക്തിയുമൊക്കെ കുറയുന്നത്. അത് ഭരണകൂടങ്ങളുടെ പോലും വലിയ താല്പര്യപ്രകാരമാണ് ഇത്തരത്തിലുള്ള നിലവാരം കുറക്കൽ പദ്ധതികൾ ലോകത്തെമ്പാടുമുള്ള ചെറുപ്പക്കാരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെയൊക്കെ നമ്മൾ ഈ പറയുന്ന ചെറിയ സ്കിറ്റുകൾ, കോമഡി പ്രോഗ്രാം ഇതെല്ലാം കാണുമായിരുന്നു. ഈ കോമഡി പ്രോഗ്രാമൊക്കെ തന്നെ കാണുമ്പോൾ പോലും ആ കോമഡിയോടും ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ചിന്തിക്കാനുള്ള ചില വകകളൊക്കെ തന്നെ അതിനകത്ത് ഉണ്ടാവുകയും ചില മെസ്സേജ് ഉണ്ടാവുകയും ചില രാഷ്ട്രീയപരമായ ചില കടുത്ത വിമർശനങ്ങൾ അതിനകത്ത് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. അത്തരത്തിലുള്ള ഓപ്ഷനുകളെല്ലാം മാറ്റിക്കൊണ്ട് തലച്ചോറെടുത്ത് ഈ പറയുന്ന വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇരുന്ന് കാണേണ്ട പ്രോഗ്രാമുകൾ വരുന്നത് എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിൽ അലസമായിട്ടുള്ള ഒരു യങ് ജനറേഷനെയും അലസമായി കാണുന്ന ഒരു കുറേ അധികം ആളുകളെയും സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഏതൊരു ഭരണകൂടങ്ങളും ആഗ്രഹിക്കുന്ന, അവർ വളരെ താല്പര്യത്തോടുകൂടി കാണുന്ന കാര്യം കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് ആഴത്തിൽ നമ്മൾ റിസർച്ച് ചെയ്യേണ്ടതുണ്ട്, വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷേ ഈ പരിപാടി എന്നെ വളരെയധികം നിരാശപ്പെടുത്തി. എത്രയും പെട്ടെന്ന് ഇത് പിൻവലിക്കപ്പെടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം.